ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ ഒരാഴ്ചത്തേക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നത്. കേസിലെ എതിർ കക്ഷികൾക്ക് നോട്ടീസും അയച്ചു കോടതി. ഇന്ന് 3 മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുകയാണ് സ്റ്റേ. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, എന്താണ് സ്റ്റേക്കുള്ള സാഹചര്യം? വിവരങ്ങൾ. പ്രജീഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഇന്ന് 3:30 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കുകയാണ്. ഹൈക്കോടതി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളത്. സർക്കാർ അടക്കം ഈ കേസിലെ എതിർകക്ഷികൾക്ക് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഏതായാലും ഏറെക്കാലം കാത്തിരുന്ന ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താ എന്നത് പൊതുസമൂഹം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സിനിമാ സംവിധായകനായ നിർമ്മാതാവായ സജിമോൻ പാറയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയുമായി കോടതിയിലെത്തുകയും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത്, ഇത് പുറത്തുവിട്ടാൽ ഒരുപാട് പേരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന വാദവുമായി കോടതിയിലെത്തിയത്. ഇവിടെ വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു. അവർ ശക്തമായി ഹർജിക്കാരനെതിരെ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല സ്റ്റേ നൽകിയിരിക്കുന്നു. അതായത് ഒരാഴ്ചത്തെ സ്റ്റേ ആണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ സ്റ്റേയിൽ ഇനി ഹർജി കേട്ട് ഒരു തീരുമാനമെടുക്കുന്നതുവരെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ഈ കേസ് ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതിയിലേക്ക് പോലും നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ത് എന്നത് ഇനിയും അറിയാൻ ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലിന്റെ സാരാംശം എന്നത്. എന്തായാലും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 3:30 ഈ റിപ്പോർട്ട് അപേക്ഷ നൽകിയ 5 പേർക്ക് കൈമാറാനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത്. ആ റിപ്പോർട്ടിൽ സ്വകാര്യത ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മറച്ചുകൊണ്ട് നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റാണ് ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവിടാൻ ഒരുങ്ങുമ്പോൾ കോടതിയിൽ നിന്നും വരുന്നത് ഒരാഴ്ചത്തേക്ക് റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്ന സ്റ്റേ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 4 വർഷത്തോളം വേണ്ടി വന്നു ഇത് സംബന്ധിച്ച് തീരുമാനം വരാൻ. ആ തീരുമാനം വരുമ്പോഴും കല്ലുകടി തുടരുകയാണ്.